നാസയുടെ ടെലിസ്കോപ്പ് ജൂലൈ 1, 2025 ഒരു കോമറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറത്തുനിന്നുള്ളതായതുകൊണ്ട് ഇതിന് 3i അറ്റ്ലസ് എന്നുള്ള പേരും കൊടുക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന വിവരങ്ങൾ ഇത്തിരി ലെങ്തി ആവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്നിൽ കൂടുതൽ വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്. കേൾക്കാൻ താല്പര്യമുള്ളവർ മുഴുവനായിട്ട് കേട്ട് നോക്കുക. അതേപോലെ ഒരുപാട് അതിശയോക്തികളും ഇമാജിനേഷൻസും ഇല്ലാതെ ലോജിക്കലായിട്ടുള്ള കാര്യമായിരിക്കും ഞാൻ പറയുന്നത്. ജൂലൈ 1, 2025 ഈ കോമറ്റിനെ കാണുന്നത് ചിലിയിലെ ടെലിസ്കോപ്പിലാണ്. അറ്റ്ലസ് സർവേ ടെലിസ്കോപ്പിലായതുകൊണ്ടാണ് ഇതിന് അറ്റ്ലസ് എന്നുള്ള നെയിം വന്നത്. അതേപോലെ 3i എന്നുള്ളത് നാസ ഇതിനു മുമ്പ് 2 ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ആയതുകൊണ്ടാണ് 3i എന്നുള്ള പേരും വന്നത്. കോമറ്റുകൾ നോർമലി ഐസി ബോഡീസ് ആണ്. നമ്മുടെ സോളാർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇത് മെൽറ്റ് ആവുകയും ഇതിൽ നിന്ന് ഗ്യാസ് എമിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഗ്യാസ് എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ കോമറ്റിന് ചുറ്റുമായിട്ടൊരു പുകപടലം ഉണ്ടാവാറുണ്ട്. 3iയിലും അതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു കോമറ്റ് ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തത്. ഇതിനു മുമ്പ് 2 ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും 3i ആണ് ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് പെട്ടെന്ന് കളർ ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. 2, ഇതിൻ്റെ സ്പീഡാണ്. സ്പീഡ് എന്നുള്ളത് പെട്ടെന്ന് ചേഞ്ച് ആവുന്നതായിരുന്നു. ഇതിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് ഇതൊരു ഏലിയൻഷിപ്പ് ആണോ അല്ലെങ്കിൽ ഏലിയൻസ് എന്തെങ്കിലും പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണോ ഇത് എന്നൊക്കെ ആളുകൾ നിഗമനത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേസമയം നാസയ്ക്ക് ഇതൊരു 5.6 കിലോമീറ്റർ വ്യാപ്തിയുടെ ഉള്ളിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്നല്ലാതെ കൃത്യമായിട്ട് ഇതിൻ്റെ സൈസ് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതൊരു ഏലിയൻഷിപ്പ് ആണെങ്കിൽ നമ്മളെ ഒബ്സർവ് ചെയ്യാൻ വന്നതാണോ, നമ്മളുടെ സോളാർ സിസ്റ്റത്തെ പറ്റി പഠിക്കാൻ വന്നതാണോ എന്നുള്ള ഭീതി പടർത്തുന്ന കുറേ കഥകളും ഇതിൻ്റെ ഇടയിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മാർസിൻ്റെയും ജൂപ്പിറ്ററിനോടും അടുത്തേക്കടെയാണ് ഇത് കടന്നു പോകുന്നത്. മാർസിൻ്റെ അടുത്തേക്കടെ ഒക്ടോബർ 1 വീക്കിൽ ഓൾറെഡി കടന്നു പോയി കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് മാർച്ച് 2026 ജൂപ്പിറ്ററിൻ്റെ അടുത്തേക്കടെ പാസ് ചെയ്തു പോകുന്നത്. ഈ മാർസിൻ്റെ അടുത്തേക്കടെ കടന്നു പോയതിന് ശേഷം പെട്ടെന്ന് ഇതിന് സ്പീഡ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഇനി 2028 ഫെബ്രുവരിയോട് കൂടിയാണ് നമ്മുടെ നെപ്റ്റ്യൂണിനെയും ഇത് പാസ് ചെയ്ത് സോളാർ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ ഒരു ലോജിക്കൽ വശത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ കോമറ്റ് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർസിനോട് അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ശരിക്കും സൂര്യനോട് കൂടുതൽ അടുത്ത് വന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇത് കൂടുതലായിട്ട് മെൽറ്റ് ഇതിൽ നിന്ന് ഒരുപാട് ഗ്യാസ് എമിറ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാസ് എമിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസും എക്സ്പ്ലോഷൻസും ശരിക്കും ഈ 3iയുടെ സ്പീഡിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ചിലപ്പോൾ ഈ സ്പീഡ് കൂടുന്നതും കുറയുന്നതും ആവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കെമിക്കൽ റിയാക്ഷൻസ് കാരണം അതേപോലെ ഇതിന് ചുറ്റുമുള്ള പുകപടലങ്ങൾ കാരണം ഈ കളർ ചേഞ്ചസ് ഉണ്ടാവാം. ബാക്കിയുള്ള കോമറ്റുകളിൽ ഇത്രയും സ്പീഡിലല്ല കളർ ചേഞ്ച് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് ഇതിൽ സ്പീഡിൽ നടക്കാൻ പാടില്ലായൊന്നുമില്ല. ഇതിൻ്റെ കളർ ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ സ്പീഡാണെന്നുണ്ടെങ്കിലും ഈ കോമറ്റിൽ ഉണ്ടാകുന്ന സോളാർ സിസ്റ്റവുമായിട്ടുള്ള ഫ്രിക്ഷനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാലും സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. നമ്മുടെ ടെക്നോളജിയുടെ ലിമിറ്റേഷനും ഇത് കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്തതിനൊരു കാരണമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 2 ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റും കൂടെ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 2017 കണ്ടുപിടിക്കുന്നത്. ഓമുവാമുവ എന്നാണ് അതിന് പേര് കൊടുത്തത്. രണ്ടാമത്തത് കണ്ടുപിടിക്കുന്നത് 2019 ബോറിസോവ് എന്നാണ് അതിന് നെയിം ചെയ്തത്. ഇതേ ടെലിസ്കോപ്പ് തന്നെയാണ് 2020 ഇതിലൊന്നും പെടാതെ ഒരു കോമറ്റിനെയാണ് കണ്ടുപിടിച്ചു. ഇത് കോമറ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ സ്റ്റഡി നടത്തി ഒബ്സർവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് 1960 നാസ തന്നെ പുറത്തേക്ക് വിട്ട റോക്കറ്റിൻ്റെ പാർട്ട് സ്പേസിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് തിളങ്ങുന്നതായിരുന്നു. അത് പിന്നീട് ഇത് മനസ്സിലാക്കി അത് കോമറ്റ് അല്ല എന്നുള്ള ന്യൂസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തെറ്റിദ്ധരിക്കാനും ചാൻസ് ഉള്ള ടെക്നോളജിയാണ് നമുക്കിവിടെ ഉള്ളത്. സോ അതുകൊണ്ട് ഇത്രയും സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ പറ്റി കൂടുതൽ സ്റ്റഡി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഇതൊരു ഏലിയൻ ടെക്നോളജി ആണെന്നൊക്കെ നിഗമനത്തിലെത്തുന്നത് പൊട്ടത്തരമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ കളിയാണ്, ചാത്തൻ്റെ കളികളാണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഏലിയൻ ആണെന്ന് ഏലിയൻ്റെ തലയിലിടുന്നതും. ഇനി ഇത് ശരിക്കും ഏലിയൻഷിപ്പ് ആണെങ്കിൽ പോലും നമ്മളത് കണ്ട് തിരിച്ചറിയുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. നിയർ ഫ്യൂച്ചറിൽ ഇതേപോലെ ഹൈ സ്പീഡായിട്ടൊരു കോമറ്റ് വന്ന് നമ്മുടെ ഭൂമിയിൽ അടിച്ചിറങ്ങുകയോ അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുകയോ വേറെ പ്ലാനറ്റ്സിൽ വന്ന് ഇടിച്ചിറങ്ങുകയോ ചെയ്താൽ പോലും നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ഏലിയൻഷിപ്പ് ആണെങ്കിൽ പോലും അവരുടെ ടെക്നോളജി വേറൊരു ഗാലക്സിയിൽ നിന്ന് ഈ ഗാലക്സി വരെ എൻ്റർ ചെയ്യാനുള്ളത് എത്തിയിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?